ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ വിത്ത് ജിനുമോൾ എന്ന യൂട്യൂബ് ചാനലിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ദിവസം നടന്ന ജൂനിയർ അസിസ്റ്റൻ്റ് എക്സാമിന്, അതായത് 451/2024 എന്ന കാറ്റഗറി നമ്പർ നടന്ന ജൂനിയർ അസിസ്റ്റൻ്റ് എക്സാം. അതൊരു NCA നോട്ടിഫിക്കേഷനായിരുന്നു. ഇതിൽ ചോദിച്ച കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A man buys a field of agriculture land for rupees 4,20,000. He sells 1/3 at a loss of 20% and 2/5 at a gain of 25%. At what price must he sell the remaining field so as to make an overall profit of 10%? Option A 1,40,000, option B 1,20,000, option C 1 lakh and option D 1,50,000. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ മാൻ ബൈസ് എ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ rupees 4,20,000. ഒരു വ്യക്തി ഒരു കൃഷിഭൂമി 4,20,000 രൂപയ്ക്ക് വാങ്ങുന്നു. ഹി സെൽസ് 1/3 അറ്റ് എ ലോസ് ഓഫ് 20%. അവൻ ആ ഭൂമിയുടെ 1/3 20% നഷ്ടത്തിൽ വിൽക്കുന്നു. ആൻഡ് 2/5 അറ്റ് എ ഗെയിൻ ഓഫ് 25%. ആ കൃഷിഭൂമിയുടെ 2/5 25% ലാഭത്തിൽ വിൽക്കുന്നു. അറ്റ് വാട്ട് പ്രൈസ് മസ്റ്റ് ഹി സെൽ ദ റിമൈനിങ് ഫീൽഡ് സോ ആസ് ടു മേക്ക് ആൻ ഓവറാൾ പ്രോഫിറ്റ് ഓഫ് 10%. അങ്ങനെയെങ്കിൽ ഈ ഓവറാൾ അഗ്രികൾച്ചർ ലാൻഡ് മൊത്തം കൃഷിഭൂമിയുടെ വിൽക്കുമ്പോൾ 10% ലാഭം കിട്ടണമെങ്കിൽ ബാക്കിയുള്ള കൃഷിഭൂമി എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തി ഒരു കൃഷിഭൂമി 4,20,000 രൂപയ്ക്ക് വാങ്ങുന്നു. ആ കൃഷിഭൂമിയുടെ 1/3 20% നഷ്ടത്തിൽ വിൽക്കുന്നു. 2/5 25% ലാഭത്തിൽ വിൽക്കുന്നു. എങ്കിൽ ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഓവറാൾ നോക്കുമ്പോൾ 10% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ റിമൈനിങ് ഉള്ള ഭൂമി എത്ര രൂപയ്ക്ക് അയാൾ വിൽക്കണം? ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ എന്താണ് വന്നിട്ടുള്ളത്? അയാൾ കൃഷിഭൂമി വാങ്ങാൻ ഉപയോഗിച്ച എമൗണ്ട് എന്ന് പറയുന്നത് 4,20,000. 4,20,000. എന്താണ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? ഈ ഫുൾ പ്രോപ്പർട്ടിയും വിറ്റ് കഴിയുമ്പോൾ അയാൾക്ക് 10% പ്രോഫിറ്റ് ഉണ്ടാകണം. അതായത് 4,20,000 രൂപയ്ക്ക് വാങ്ങിച്ച വസ്തു വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടണം? 4,20,000 അതിൻ്റെ 10% കൂടി കൂട്ടിയ എമൗണ്ട്. 10% ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ എത്ര വരും? 42,000. അതായത് 42,000 കൂട്ടി വരുന്നത്. അപ്പോൾ എത്ര വരും? 4,20,000 42 കൂട്ടുമ്പോൾ 4,62,000. 4,62,000. അതായത് അയാൾ 4,20,000 രൂപയ്ക്ക് വസ്തു വാങ്ങി 10% പ്രോഫിറ്റ്, അതായത് 42,000 ഉൾപ്പെടെ അയാൾക്ക് എത്ര രൂപ തിരിച്ചു കിട്ടണം? 4,62,000 രൂപ കിട്ടണം. ഇതാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് അയാൾ ഇതിനിടയ്ക്ക് പാർട്ടാണ് വസ്തുവിന് വയ്ക്കുന്നത്. ആദ്യം അയാൾ എന്ത് ചെയ്തു? ആ ടോട്ടൽ പ്രോപ്പർട്ടിയുടെ 1/3 20% നഷ്ടത്തിൽ വിറ്റു. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, 4,20,000 രൂപയ്ക്കാണ് അയാൾ വാങ്ങിയത്. അതിൻ്റെ 1/3 എത്രയാണ്? 4,20,000 രൂപയ്ക്ക് അയാൾ വാങ്ങി. അതിൻ്റെ 1/3 പറയുമ്പോൾ എത്രയാണ്? 3 ക്യാൻസൽ ചെയ്യുക. ഒരു പ്രാവശ്യം 12 3 4 പ്രാവശ്യം. അതായത് 1,40,000 രൂപയ്ക്ക് വാങ്ങിച്ച വസ്തു, അതായത് ടോട്ടൽ വസ്തു 4,20,000. അതിൽ ഒരു പാർട്ട്, അതായത് ആ പാർട്ടിൻ്റെ അത്രയും വസ്തുവിൻ്റെ വില, അയാൾ കൊടുത്ത വില എന്ന് പറഞ്ഞാൽ 1,40,000 ഇതിനെ അയാൾ എന്ത് ചെയ്തു? 20% നഷ്ടത്തിൽ വിൽക്കുന്നു. ഇങ്ങനെ നോക്കാം, 20% നഷ്ടത്തിൽ.
20% നഷ്ടം എത്രയായിരിക്കും? ഇതിൻ്റെ 10% എത്രയാണ്? ഒരു സ്ഥാനം മാറ്റി കുത്തിടുക, അതായത് 14,000 ആയിരിക്കും. അപ്പോൾ 20% നഷ്ടമാകുമ്പോൾ എത്രയാവും? 28,000 രൂപ കുറഞ്ഞതായിരിക്കും അല്ലേ? അതായത് അയാൾ നഷ്ടം എന്ന് പറയുമ്പോൾ 1,40,000 രൂപയിൽ അയാൾ വിറ്റപ്പോൾ 28,000 രൂപ നഷ്ടം വന്നു. 28,000, അതായത് 1,40,000 പ്രോപ്പർട്ടി ഭാഗമാണ്. അതിൽ വിറ്റപ്പോൾ 20% 28,000 റൈറ്റ്. അയാൾ കിട്ടിയ എത്രയാണ്? 0 0 0. 10 പോകുമ്പോൾ 2, 3 2 പോകുമ്പോൾ 1 1. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? 1,40,000 പ്രോപ്പർട്ടി അയാൾക്ക് വിറ്റപ്പോൾ കിട്ടിയത് 1,12,000. അത് നമുക്ക് ഇവിടെ എഴുതിയിടാം. 1,40,000 രൂപയ്ക്ക് ആ പ്രോപ്പർട്ടി അത്രയും ഭാഗം അയാൾ വിറ്റപ്പോൾ അയാൾ കിട്ടിയത് 1,12,000 റൈറ്റ്. അടുത്തെന്താണ് പറയുന്നത്? അടുത്ത കണ്ടീഷൻ പറയുന്നത് 2/5 അറ്റ് എ ഗെയിൻ ഓഫ് 25%. അതായത് 5/2 ഭാഗം അയാൾ അടുത്ത് വിറ്റപ്പോൾ അത് 25% പ്രോഫിറ്റ് കിട്ടി അയാൾക്ക്. 25% പ്രോഫിറ്റ്. അപ്പോൾ എങ്ങനെയാണ്? ഈ 4,20,000 4,20,000 5/2 ഭാഗം. 5/2 ഭാഗം എത്രയാണ്? 8 5 40. റിമൈനിങ് 2 20 5 4 പ്രാവശ്യം. അതായത് 84,000 ഇൻറ്റു 2, അതായത് 168 അല്ലേ? 84 ഇൻറ്റു 2 168. റിമൈനിങ് ഉള്ള 3 0. അതായത് 1,68,000 രൂപയ്ക്ക് അയാൾ വാങ്ങിച്ച അത്രയും ഭാഗം പ്രോപ്പർട്ടി അയാൾ വിറ്റപ്പോൾ എന്ത് ലഭിച്ചു? അയാൾക്ക് 25% പ്രോഫിറ്റ് ലഭിച്ചു. ഇവിടെ ലഭിച്ചത് 25% പ്രോഫിറ്റാണ് റൈറ്റ്. അപ്പോൾ നോക്കാം, ഇതിൻ്റെ പകുതി എത്രയാണ്? 84,000. അതായത് പകുതി എടുക്കുമ്പോൾ 84,000. 84,000 പകുതി എത്രയാണ്? 42,000. അതായത് അയാൾക്ക് 42,000 രൂപ കൂടുതൽ ലഭിച്ചു റൈറ്റ്. അപ്പോൾ 0 0. നമുക്ക് 20% പ്രോഫിറ്റാണ് കിട്ടിയത്. അപ്പോൾ അത് കൂട്ടണം. അപ്പോൾ 0 0 0 എല്ലാം 0 ആണ്. 8 2 10 ആണ്. 1 ശിഷ്ടം 6 4 10 1 11. 11 1 ഇഷ്ടം 2,10,000. ഒന്നുകൂടെ എഴുതാം. അപ്പോൾ അയാൾ കിട്ടിയത് 2,10,000 രൂപയ്ക്കാണ് വിറ്റത്. അതായത് 1,68,000 രൂപയ്ക്ക് വാങ്ങിച്ച കുറച്ച് പോർഷൻ അയാൾ വിറ്റത് 2,10,000. എത്രയാണ്? 1,68,000 രൂപയ്ക്ക് വാങ്ങിച്ച പോർഷൻ അയാൾ വിറ്റത് 2,10,000 രൂപയ്ക്ക് റൈറ്റ്. അപ്പോൾ ഇത്രയാണ് കിട്ടിയത്. അപ്പോൾ ടോട്ടൽ വസ്തു വാങ്ങിയത് 4,20,000 രൂപയ്ക്ക്. അതിൽ 1/3 ഭാഗം. 1/3 ഭാഗം എന്ന് പറയുമ്പോൾ അയാൾ ആ വസ്തു വാങ്ങിയ എത്ര രൂപ എടുത്തതാണ്? 1,40,000 രൂപ എടുത്തതാണ്. അത് 20% നഷ്ടത്തിലാണ് വിൽക്കുന്നത്. അപ്പോൾ അയാൾ കയ്യിൽ കിട്ടിയത് 1,12,000. അടുത്ത കണ്ടീഷൻ, ആ ടോട്ടൽ പ്രോപ്പർട്ടിയുടെ 5/2 ഭാഗം അയാൾ വിൽക്കുന്നു. അതായത് ടോട്ടൽ പ്രോപ്പർട്ടിയുടെ വില 4,20,000 രൂപയാണെങ്കിൽ അയാൾ 1,68,000 രൂപയ്ക്ക് വാങ്ങിയ പോർഷൻ വിൽക്കുന്നു. അപ്പോൾ അയാൾക്ക് 25% ഗെയിൻ കിട്ടി. അതായത് 2,10,000 രൂപ കയ്യിൽ കിട്ടുന്നു. അപ്പോൾ ടോട്ടൽ അയാൾക്ക് ഇത്രയും ഭൂമി വിട്ടപ്പോൾ എത്ര കിട്ടി? ടോട്ടൽ കിട്ടിയത് 0 0 0 2 2 3 3,22,000 രൂപ ഇപ്പോൾ അയാൾക്ക് ഇത്രയും പ്രോപ്പർട്ടി വിറ്റപ്പോൾ കിട്ടി. അതായത് 4,20,000 രൂപയ്ക്ക് വാങ്ങിച്ച പ്രോപ്പർട്ടിയിൽ അയാൾക്ക് 3,22,000 രൂപ കിട്ടി. പക്ഷേ നമ്മളെ ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? വിൽക്കുമ്പോൾ 10% പ്രോഫിറ്റ് കിട്ടണം. അതായത് വിൽക്കുമ്പോൾ ടോട്ടൽ എത്ര വിൽക്കണം? 4,62,000 രൂപയ്ക്ക് വിൽക്കണം. എന്നാലേ പ്രോഫിറ്റ് എമൗണ്ട് കിട്ടൂ 10%. അപ്പം 4,62,000 രൂപ കിട്ടണം റൈറ്റ്. 4,62,000 രൂപ കിട്ടണം.
അതിൽ അവർ 3,22,000 രൂപയ്ക്കാണ് ഇപ്പോൾ ആൾറെഡി വിറ്റിരിക്കുന്നത്. 3,22,000. അപ്പം റിമൈനിങ് ഇനി എത്ര രൂപ കിട്ടണം? 10% പ്രോഫിറ്റ് വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ പോരെ. മൈനസ് ചെയ്യുമ്പോൾ 0, 0, 0, 2 2 പോയാൽ 0, 6 2 പോയാൽ 4, 4 1 പോയാൽ 4 3 പോയാൽ 1. അതായത് ഇനിയുള്ള ബാക്കിയുള്ള പ്രോപ്പർട്ടി 1,40,000 രൂപയ്ക്ക് വിറ്റാലേ അയാൾക്ക് 10% പ്രോഫിറ്റ് കിട്ടും. റൈറ്റ്? അതായത് പ്രോപ്പർട്ടി വാങ്ങിയത് 4,20,000. 10% പ്രോഫിറ്റ് ഉൾപ്പെടെ 4,62,000 രൂപയ്ക്ക് അവർ വിറ്റാലേ 10% പ്രോഫിറ്റ് കിട്ടും. ഇവർ 2 പ്രോപ്പർട്ടി വിറ്റപ്പോൾ, അതായത് മൊത്തം ടോട്ടൽ പ്രോപ്പർട്ടിയുടെ 1/3 ഭാഗവും കൂടാതെ 1/2 ഭാഗവും വിറ്റപ്പോൾ അയാൾക്ക് ടോട്ടൽ 3,22,000 രൂപ ആൾറെഡി കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ 10% ടോട്ടൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 4,62,000 നിന്ന് ഇപ്പോൾ കിട്ടിയ 3,22,000 കുറയ്ക്കുമ്പോൾ 1,40,000 രൂപ റിമൈനിങ് ഉള്ള പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ അയാൾക്ക് കിട്ടിയാലാണ് 10% പ്രോഫിറ്റ് കിട്ടുന്നത്. റൈറ്റ്? അപ്പോൾ നമ്മുടെ ആൻസർ 1,40,000 രൂപ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ ആണ് ആൻസർ. റൈറ്റ്? അപ്പോൾ ക്വസ്റ്റ്യൻ സിമ്പിളായിരുന്നു, പക്ഷേ നമ്മളെ എക്സാം റൂമിലിരിക്കുമ്പോൾ അങ്ങനെ അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. 4,20,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു പ്രോപ്പർട്ടി 10% പ്രോഫിറ്റായിട്ട് വിൽക്കണം. പ്രോപ്പർട്ടിയുടെ ഒരു പോർഷൻ 20% നഷ്ടത്തിനും, അതായത് 1/3 ഭാഗം 20% നഷ്ടത്തിലും 5/2 ഭാഗം 25% പ്രോഫിറ്റിൽ വിറ്റു എങ്കിൽ ഇനി ബാക്കി റിമൈനിങ് വിൽക്കാനുള്ള ഭാഗം എത്ര രൂപയ്ക്ക് വിറ്റാലാണ് കിട്ടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ആയിരുന്നത്. അതാണ് നമ്മൾ ഇത്ര സിംപ്ലിഫൈ ചെയ്തത്. 4,20,000 രൂപ, അത് 10% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ 10%, അത് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി, അതായത് 42,000 രൂപ. അപ്പോൾ ഇത് ടോട്ടൽ എടുക്കുമ്പോൾ 4,62,000 രൂപയ്ക്ക് ടോട്ടലായി അയാൾ വിറ്റിരിക്കുന്ന അത്രയും വസ്തു. അപ്പോൾ അടുത്ത് നമ്മൾ എന്താണ് ചെയ്തത്? 4,20,000 ടോട്ടൽ എമൗണ്ട് 4,20,000, അതിൻ്റെ 1/3 ഭാഗമാണ് വിറ്റത്. അപ്പോൾ 1/3 ഭാഗം എന്ന് പറയുമ്പം 1,40,000 രൂപയ്ക്ക് വാങ്ങിയ അത്രയും പാർട്ടാണ് അയാൾ വിൽക്കുന്നത്. അത് വിറ്റപ്പോൾ 20% നഷ്ടം വന്നു. അതായത് 1,40,000 രൂപയ്ക്ക് ഒരു പ്രോപ്പർട്ടി അയാൾ വിറ്റപ്പോൾ അയാൾക്ക് 1,12,000 രൂപയെ കയ്യിൽ കിട്ടിയോളൂ. 1,40,000 രൂപയ്ക്ക് പ്രോപ്പർട്ടി വിറ്റപ്പോൾ 1,12,000 കിട്ടിയോളൂ. അടുത്ത് പറഞ്ഞത് ഈ ടോട്ടൽ പ്രോപ്പർട്ടിയുടെ 5/2 ഭാഗം 25% പ്രോഫിറ്റിൽ വിൽക്കുന്നു. അതായത് 5/2 ഭാഗം എന്ന് പറയുമ്പോൾ ടോട്ടൽ 4,20,000 രൂപയ്ക്കാണ് പ്രോപ്പർട്ടി വാങ്ങിയത്. അതിൻ്റെ 5/2 ഭാഗം എന്ന് പറയുമ്പോൾ 1,68,000. 1,68,000 രൂപയ്ക്ക് വാങ്ങിയ പ്രോപ്പർട്ടി അത്രയും ഭാഗം 25% പ്രോഫിറ്റിൽ വിൽക്കുമെന്ന് പറയുമ്പോൾ ടോട്ടൽ അയാൾ കൈ കിട്ടിയത് 2,10,000. അതായത് 1,68,000 രൂപയ്ക്ക് മൂല്യമുള്ള അത്രയും വസ്തു അയാൾ വിറ്റപ്പോൾ അയാൾക്ക് 2,10,000 രൂപ കയ്യിൽ കിട്ടി. റൈറ്റ്? അങ്ങനെയെങ്കിൽ ടോട്ടൽ അയാൾക്ക് 2 പോർഷൻ വിറ്റപ്പോൾ കിട്ടിയത് 3,22,000 രൂപയാണ്. അപ്പോൾ 4,62,000 നിന്ന് 3,22,000 കുറയ്ക്കുമ്പോൾ റിമൈനിങ് 1,40,000 രൂപ. അതായത് റിമൈനിങ് ഉള്ള പ്രോപ്പർട്ടി 1,40,000 രൂപയ്ക്ക് വിറ്റാലേ അയാൾക്ക് ഓവറാൾ പ്രോഫിറ്റ് 10% ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വിഡ്ത്ത് ഓഫ് ദ പാത്ത് അറൗണ്ട് എ സ്ക്വയർ ഫീൽഡ് ഈസ് 3.5 m ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 105 meter square. Find the cost of fencing the field at the rate of ₹80 per meter. Option A 1,240, option B 1,200, option C 1,280 and option D 1,260. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ദ വിഡ്ത്ത് ഓഫ് ദ പാത്ത് അറൗണ്ട് എ സ്ക്വയർ ഫീൽഡ് ഈസ് 3.5 meter ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 105 meter square. ഒരു സ്ക്വയർ ഫീൽഡിൻ്റെ ചുറ്റുമായുള്ള വഴിയുടെ വീതി എന്ന് പറയുന്നത് 3.5 മീറ്ററാണ്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 105 meter square ആയാൽ ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ഫെൻസിങ് ദ ഫീൽഡ് അറ്റ് ദ റേറ്റ് ഓഫ് ₹80 per meter. എങ്കിൽ ആ സ്ക്വയർ ഏരിയ ഫെൻസിങ് ചെയ്യുന്നതിന് ഓരോ മീറ്റർ ഫെൻസ് ചെയ്യുന്നതിനും 80 രൂപ ആകുമെങ്കിൽ അത്രയും ഫീൽഡ് ചെയ്യാൻ ടോട്ടൽ എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സ്ക്വയർ ഫീൽഡിന് ചുറ്റുമായി ഒരു വഴിയുണ്ട്. ആ വഴിയുടെ വീതി എന്ന് പറയുന്നത് 3.5 മീറ്ററാണ്. കൂടാതെ ആ വഴിയുടെ
ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 105 മീറ്റർ സ്ക്വയർ ആയാൽ ആ ടോട്ടൽ സ്ക്വയർ ഫീൽഡ് ഫെൻസ് ചെയ്യാൻ എത്ര രൂപയാകും? അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഫെൻസ് ചെയ്യുന്നുള്ള റേറ്റ് എന്ന് പറയുന്നത് ഓരോ മീറ്റർ ഫെൻസ് ചെയ്യുന്നതിനും 80 രൂപ വെച്ചാകും. അപ്പോൾ പിക്ചോറിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് സ്ക്വയർ ഫീൽഡ്, ഈ ഷെയ്ഡഡ് ഏരിയയാണ് സ്ക്വയർ ഫീൽഡ്. അപ്പം ഇതിന് ചുറ്റുമായി നമുക്ക് ഫെൻസിങ് ചെയ്യണം, റൈറ്റ്. കൂടാതെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇത് സ്ക്വയർ ഷേപ്പ്ഡ് ഏരിയയാണ്, അതായത് ലെങ്തും ബ്രെഡ്ത്തും സെയിം ആയിരിക്കും. കൂടാതെ ഇത് പറഞ്ഞിട്ടുള്ളത് ഇതിന് ചുറ്റുമായ വഴി, ഇതാണ് വഴി. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 3.5 മീറ്ററാണ്. 3.5 മീറ്ററാണ് ഈ വഴിയുടെ വീതി. കൂടാതെ ഈ വഴിയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 105 മീറ്റർ സ്ക്വയർ ആണ്. എങ്കിൽ കണ്ടുപിടിക്കാനുള്ളത് ഇത് ഫെൻസ് ചെയ്യാൻ നമ്മുടെ ഈ സ്ക്വയർ ഫീൽഡ് ഫെൻസ് ചെയ്യുന്ന എത്ര രൂപയാകും. കൂടാതെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ₹80 പെർ മീറ്ററാണ്. ഒരു മീറ്ററിന് 80 രൂപ വെച്ചാണ് അതിൻ്റെ റേറ്റ്. എങ്കിൽ ടോട്ടൽ ഈ സ്ക്വയർ ഫീൽഡ് ഫെൻസ് ചെയ്യുന്നതിന് എത്ര രൂപയാകും? ഇതിങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കിയാൽ ഇപ്പോൾ നമുക്ക് ഈ സ്ക്വയർ ഫീൽഡിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിച്ചാൽ നമുക്കതിൻ്റെ ചുറ്റളവ് കാണാൻ പറ്റും. ചുറ്റളവ് കണ്ടാൽ അതിനെ എത്ര മീറ്റർ, ആ മീറ്ററിനെ 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും, റൈറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 3.5 മീറ്റർ ആണല്ലേ. അതുപോലെ തന്നെ ഈ നീളവും 3.5 ആണ്. അപ്പോൾ തന്നിട്ടുണ്ട് വഴിയുടെ വീതി എന്ന് പറയുന്നത് 3.5 തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കിവിടെ നോക്കുമ്പോഴും ഇത് 3.5, ഇതും 3.5, റൈറ്റ്. ഇവിടെ നോക്കുമ്പോൾ ഇതും 3.5, ഇവിടെയും 3.5, ഇവിടെയും 3.5, ഇവിടെയും 3.5, റൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ 4 കോർണേഴ്സ് അത് ഓരോ സ്ക്വയറാണ്, കാരണം അതിൻ്റെ സൈഡുകളെല്ലാം സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ഇപ്പോൾ എത്രയായിരിക്കും ഇതിൻ്റെ അകത്ത് മാത്രം? അതായത് നമുക്ക് നോക്കാം, 3.5 ഇൻറ്റു 3.5, അതായത് 35 സ്ക്വയർ എടുത്താൽ അതിന് 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അതായത് എത്ര വരും? 1225. 2 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ 12.25. ഈ ഒരു ഏരിയ 12.5, അതായത് അപ്പോൾ ഇതും 12.25, ഇതും 12.25, ഇതും 12.25. അപ്പം ഇതിൻ്റെ 4 മടങ്ങ് എടുത്താൽ മതി. 4 മടങ്ങ് എത്ര വരും? 49. അതായത് 49 മീറ്റർ സ്ക്വയറാണ്. നമുക്കിത് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഈ പാത്ത് ഫുൾ എടുക്കുമ്പോൾ എത്രയാണ്? 105 മീറ്റർ സ്ക്വയർ. അതിൽ ഈ കോർണേഴ്സ് മാത്രം എടുക്കുമ്പോൾ എത്രയായി? 49 മീറ്റർ സ്ക്വയർ. അപ്പം ടോട്ടൽ പാത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 105. അതിൽ നിന്നും കോർണേഴ്സിലുള്ള സ്ക്വയർ എടുക്കുമ്പോൾ 49, അതിന് മൈനസിൻ്റെ എത്ര വരും? 56 മീറ്റർ സ്ക്വയർ. ഈ 56 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഇതും ഈ ഏരിയയും ഇങ്ങനെ എടുക്കുന്ന ഈ ഏരിയ, ഈ ഏരിയ, ഈ ഏരിയ, ഈ ഏരിയ, റൈറ്റ്. ഇത് കൂട്ടുമ്പോൾ കിട്ടുന്നതായിരിക്കും 56 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതിൽ ഒന്ന് നമ്മളെങ്ങനെ നോക്കാം? സിമ്പിളായിട്ട് നോക്കുമ്പോൾ ഈ ഒരു സൈഡ് നമുക്കറിയാം 3.5. അപ്പോൾ ഈ ഒരു ചതുരം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഈ സൈഡ് എത്രയാണ്? 3.5. ഇതും 3.5 ആണ്, റൈറ്റ്. അപ്പോൾ ഇത് ഏരിയ എങ്ങനെയാണ്? ഇതിപ്പോൾ എക്സ് എന്ന് കൊടുക്കുന്നത് വെച്ചോ. അതായത് ഈ നമ്മുടെ സ്ക്വയർ ഫീൽഡിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഇത് ഒരു ഏരിയ എങ്ങനെ പിടിക്കാം? 3.5 ഇൻറ്റു എക്സ്, റൈറ്റ്. ഇങ്ങനെ നോക്കും ടോട്ടൽ എത്ര ഏരിയ ഉണ്ട്? 4 ഏരിയ ഉണ്ട്. 1, 2, 3, 4 ഇൻറ്റു 4. ഇതെന്ന് പറഞ്ഞാൽ ഏതിന് ഈക്വലാണ്? ഈ 4 പ്ലേസും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
56, റൈറ്റ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 56 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3.5. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5-ൽ 4 ഒരു പ്രാവശ്യം, റിമൈനിങ് 1, 16, 16-ൽ 4 4 പ്രാവശ്യം. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 3 12, അപ്പം 4 പ്രാവശ്യം. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 4 കിട്ടി. എക്സ് എന്താണ്? ഈ സ്ക്വയർ ഫീൽഡിൻ്റെ ഒരു സൈഡാണ് എക്സ്. അപ്പോൾ ഈ സ്ക്വയർ ഫീൽഡ് ചുറ്റളവ് എത്രയാണ്? നമുക്ക് ചുറ്റളവാണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ സ്ക്വയർ ഫീൽഡിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4x ആയിരിക്കും. അതായത് പെരിമീറ്റർ, ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4x, അതായത് 4 × 4, അതായത് 16 മീറ്റർ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1 മീറ്റർ ഫെൻസ് ചെയ്യാൻ 80 രൂപ. അപ്പോൾ 16 മീറ്റർക്ക് എത്ര രൂപയാവും? അത് 80 × 16. ഇപ്പം 5 8 40, 6 8 48, 4 ശിഷ്ടം 1 8 8, 8 4 12, പിന്നെ 0, 1280 രൂപയാണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് ആൻസർ. അപ്പോൾ ഒന്നുകൂടെ ഇതിലെന്താണ് പറഞ്ഞിരുന്നത്? ഒരു സ്ക്വയർ ഫീൽഡുണ്ട്, അതിന് ചുറ്റുമായി ഒരു പാതയുണ്ട്. ഈ പാതയുടെ വീതി എന്ന് പറയുന്നത് 3.5 മീറ്റർ ആണ്. കൂടാതെ ആ പാതയുടെ വിസ്തീർണം എന്ന് പറയുന്നത് 105 മീറ്റർ സ്ക്വയർ ആണ്. ഈ സ്ക്വയർ ഫീൽഡിന് ചുറ്റും ഫെൻസ് ചെയ്യണം. അതിൽ 1 മീറ്റർ ഫെൻസ് ചെയ്യുന്നതിന് 80 രൂപയാണ് എങ്കിൽ ടോട്ടൽ എത്ര രൂപയാവുമെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ പാതയുടെ വീതി എന്നിട്ടുണ്ട്, ഏരിയ എന്നിട്ടുണ്ട്. നമ്മൾ ഈ പിക്ചർ വരച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഓരോ കോർണേഴ്സും എടുക്കുമ്പോൾ 3.5 കിട്ടി നമുക്ക്. അതായത് കാരണം ആ പാതയുടെ വീതി 3.5 ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ 4 കോർണേഴ്സും കണ്ടുപിടിക്കാം. നെക്സ്റ്റ് അത് കണ്ടുപിടിച്ച് നമുക്ക് എത്ര കിട്ടി? 49 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ റിമൈനിങ് പാർട്ട്, ഈ 4 പാർട്ടും എത്ര ഏരിയ എന്ന് കണ്ടുപിടിക്കാൻ ആ പാത്തിൻ്റെ ടോട്ടൽ ഏരിയയിൽ നിന്നും ഈ 4 കോർണേഴ്സിൻ്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ കിട്ടി 56 മീറ്റർ സ്ക്വയർ എന്ന്. ഇതിൽ ഈ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ എടുക്കുമ്പോൾ അതിൽ നമുക്കറിയാം ഒരു സൈഡ് 3.5 ആണ്. മറ്റേ സൈഡ് എന്ന് പറയുന്നത് ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡായിരിക്കും, റൈറ്റ്. അത് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ 4 ഏരിയ ഉണ്ട്. അതുകൊണ്ട് 3.5 × x × 4 ഈക്വൽ ടു 56 മീറ്റർ സ്ക്വയർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. അതായത് ആ സ്ക്വയർ ഫീൽഡിൻ്റെ ഒരു സൈഡ് കിട്ടും, അതായത് 4 കിട്ടി. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫോർമുല 4a ആണ്. അപ്പോൾ ഇവിടെ 4x എന്ന് പറയുന്നത് 4 × 4 16 എന്ന് കിട്ടി. ഇതിൽ പറഞ്ഞിട്ടുണ്ട് 1 മീറ്റർ ഫെൻസ് ചെയ്യാൻ 80 രൂപ. അപ്പോൾ 16 മീറ്റർ ഫെൻസ് ചെയ്യാൻ എത്രയാവും? 80 × 16, അതായത് 1280 രൂപ. തന്നിരിക്കുന്ന ഓപ്ഷനിലപ്പോൾ സി ആണ് ആൻസർ.